ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജവാദിയൻസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അങ്കമാലി മാങ്ങാക്കറി ഉണ്ടല്ലോ, അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതിൽ നിന്നാണ് അങ്കമാലി മാങ്ങാക്കറിക്കുള്ള മാങ്ങ പറിക്കാൻ പോകുന്നത്. നമ്മുടെ കുഞ്ഞുമാവ് ഉണ്ട്, അതിനകത്ത് ഉണ്ടായി കിടക്കുന്ന മാങ്ങയാണ്. അങ്കമാലി മാങ്ങക്കറിക്ക് ഒരു മാങ്ങക്ക് 2 സവാളയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 3 പച്ചമുളകും അതിനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി കുറവ് വേണമെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി, കൂടുതൽ വേണമെങ്കിൽ 1 എണ്ണം കൂടി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 പച്ചമുളകാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാളയിലോട്ട്, മീഡിയം സവാളയിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നതിന് ഒരു കഷ്ണം ഇഞ്ചിയും നീളത്തിലരിഞ്ഞ് അതും അതിലേക്ക് ചേർക്കുന്നു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, ഏതാണ്ട് 1/2 ടീസ്പൂണോളം നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീർ ചില്ലിയുടെ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്യുവാണ്. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യുക. കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക്. ഇനി എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് ശരിക്കും നന്നായി ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ നന്നായി മിക്സ് ചെയ്യണം. ആ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. നന്നായിട്ട് കൈകൊണ്ട് ഈ പച്ചമുളകും സവാളയും നമ്മൾ ഇട്ടേക്കണ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ഒരു നന്നായിട്ട് ഇത് അലിഞ്ഞ് ചേർന്നവരെ നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. 1 തണ്ട് വേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മാങ്ങയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ മാങ്ങ കൂടി ഇട്ട് ഒന്നും കൂടെ എല്ലാം ഇളക്കി യോജിപ്പിച്ച് നല്ല മാങ്ങയും കൂടി ഇതിനകത്തോട്ട് അലിഞ്ഞു ചേർന്ന രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ആ സവാളയുടെയും മാങ്ങയുടെയും ഒക്കെ നല്ല എന്താ പറയുക സത്തലിഞ്ഞ് ചേരണം അല്ലേ. നമ്മുടെ സവാളയും മാങ്ങയും എല്ലാം കൂടി ഒരു 5 മിനിറ്റോളം ഇങ്ങനെ നമ്മൾ ശരിക്കും യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല പച്ചമുളകും ഒക്കെ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് ഈ മാങ്ങയുടെ ഇതിൻ്റെയൊക്കെ. ഇതാ നല്ല രീതിയിൽ ഒരു 5-8 മിനിറ്റോളം നമ്മൾ എല്ലാം സവാളയും മാങ്ങ എല്ലാം കൂടി യോജിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട തേങ്ങാപ്പാലടിക്കാൻ പോവാം. മാങ്ങാക്കറിയുടെ കൂട്ട് 10 മിനിറ്റോളം ഞാൻ ഇപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി അതിലോട്ട് നമുക്ക് 2ാം പാലും ഒഴിച്ചു കൊടുക്കാം. 2ാം പാലും അതിലിട്ട് ഒഴിച്ച് നന്നായി ഇളക്കി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു 1 മിനിറ്റെങ്കിലും ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടിരിക്കണം കേട്ടോ. നമ്മുടെ അങ്കമാലി മാങ്ങാക്കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അതിലോട്ട് 1ാം പാലും കൂടി ചേർക്കുകയാണ്. അങ്കമാലി മാങ്ങാക്കറി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് താളിക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കാം. അത് കടപട പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്കൊന്ന് ഉള്ളി ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പില ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും ബ്രൗൺ നിറം ആ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ നിറമാണ് വരെ നമുക്ക് ഇളക്കി. നമ്മളാ കടുവെല്ലാം പൊട്ടി ഉള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ അങ്കമാലി മാങ്ങാക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതും ചോറും കൂടി പിടിച്ച വേറെ കറിയൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. എന്തായാലും ടേസ്റ്റൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അങ്കമാലി മാങ്ങാക്കറിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഛേദമില്ലാത്ത ഉപകാരമല്ലേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ.